നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് പുറത്തിറക്കും. കേരള സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രകാശനം ചെയ്യും. വൈകിട്ട് 4-ന് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു റിപ്പോർട്ട് ഏറ്റുവാങ്ങും. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഓരോ വകുപ്പിലും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളും എത്ര ശതമാനം പൂർത്തീകരിച്ചു എന്നതടക്കം കൃത്യമായ വിവരങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. RSS പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസ് ഒരാൾ കൂടി പിടിയിൽ. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. കേസിലെ 22ാം പ്രതി അത്തിക്കോട് സ്വദേശി ഷെയ്ഖ് അഫ്സലിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ASP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പൊള്ളാച്ചിയിൽ ഭാര്യ വീട്ടിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തയാളാണ് അഫ്സൽ. കേസിൽ ഇതോടെ 22 പേർ അറസ്റ്റിലായി. 2021 നവംബർ 15-നാണ് ഭാര്യയോടൊത്ത് ബൈക്കിൽ സഞ്ചരിക്കവേ സഞ്ജിത്തിനെ കാറിടിച്ച് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊന്നത്. കേസിൽ 24 പേരാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഇവരിൽ 2 പേരെ പിടികൂടാൻ ഇതുവരെയും പോലീസിനായില്ല. ആക്രി വ്യാപാരത്തിന്റെ മറവിൽ GST തട്ടിപ്പ്. മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. ആക്രി വ്യാപാരത്തിന്റെ മറവിൽ GST തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ മുഖ്യ സൂത്രധാരൻ പോലീസ് പിടിയിൽ. പാലക്കാട് ഓങ്ങല്ലൂർ സ്വദേശി ഉസ്മാൻ പുള്ളിക്കലിനെയാണ് GST വകുപ്പ് പിടികൂടിയത്. കൊച്ചി GST കമ്മീഷൻ ഓഫീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയെ റിമാൻഡ് ചെയ്തു. 15,91 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത്. 60 വ്യാജ രജിസ്ട്രേഷനുകൾ ഉപയോഗിച്ച ഉസ്മാൻ സംസ്ഥാനാന്തര ആക്രി വ്യാപാരം നടത്തിയെന്നും ഇതുമൂലം സംസ്ഥാനത്തിലെ കോടികളുടെ നികുതി നഷ്ടമായെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. മെയ് 23-ന് ആരംഭിച്ച ഓപ്പറേഷൻ പാംട്രിയുടെ ഭാഗമായുള്ള റെയ്ഡിലാണ് ഉസ്മാന് പിടിവീണത്. കാസർഗോഡ് ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. തൃക്കരിപ്പൂർ മട്ടമ്മൽ സ്വദേശിയായ ഷാനിദ്, പെരുമ്പ സ്വദേശിയായ സുഹൈൽ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. ബൈക്ക് നിയന്ത്രണം വിട്ട് ടെലഫോൺ ബോക്സിൽ ഇടിച്ചാണ് അപകടം നടന്നത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥിരീകരിച്ച ദേശീയ നേതൃത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച NDA നേതാവ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു. ക്യാബിനറ്റ് പദവിയോ സഹമന്ത്രി സ്ഥാനമോ എന്ന കാര്യത്തിൽ തീരുമാനമായില്ല. K. സുരേന്ദ്രന് രാജ്യസഭാ സീറ്റ് നൽകും. ഒഴിവ് വരുന്ന മുറയ്ക്കാണ് നൽകുക. രാജ്യസഭയിലേക്ക് പോയാലും സംസ്ഥാന പ്രസിഡന്റ് പദവി രാജിവെക്കേണ്ട. 2 പദവികളും ഒന്നിച്ചു കൊണ്ടുപോകുമെന്നും കേന്ദ്ര നേതൃത്വം അറിയിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 70,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. കേരളത്തിൽ BJPയുടെ ആദ്യ വിജയമാണിത്.